ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്യൂകാർനെറ്റിൻ്റെ കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്ത 18ാമത്തെ ലോകസഭ ഇലക്ഷനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യ 18ാമത്തെ ലോകസഭ നിലവിൽ വരാൻ പോകുകയാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇലക്ഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെൻറ്റിലെ ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ് എന്നീ അടങ്ങുന്ന പാർലമെൻറ്റിൽ ലോകസഭയിലേക്കുള്ള ഇലക്ഷനാണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ലോകസഭയിൽ ഇന്ത്യക്ക് മൊത്തമുള്ളത് 543 സീറ്റുകളാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഹൗസ് ഓഫ് പീപ്പിൾ, ലോവർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മളുടെ ലോകസഭയാണ്. ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം. ഇതൊരു ഭരണഘടനാ പദവിയാണ്, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. അതായത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 324 ഇന്ത്യക്കൊരു ഇലക്ഷൻ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 ജാനുവരി 25 ജാനുവരി 25 നമുക്ക് ഡേയ്സിൽ സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ജാനുവരി 25 എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇലക്ഷൻ കമ്മീഷണറായ അരുൺ ഗോയൽ റിസൈൻ ചെയ്തു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇലക്ഷൻ കമ്മീഷണറായ അരുൺ ഗോയൽ. അദ്ദേഹമാണ് റിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട ആളുകളാണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുള്ളത്. ഒന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് നമ്മളുടെ രാജീവ് കുമാറാണ്. പിന്നെ ഇന്ത്യക്ക് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സാണ് ഉള്ളത്. അതിൽ അരുൺ ഗോയലാണ് റിസൈൻ ചെയ്തിരിക്കുന്നത്. പുതിയതായിട്ട് അതുകൊണ്ട് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് എന്ന് പറയുന്നത് ഗണേഷ് കുമാർ എന്നും ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു എന്നുള്ളതാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, ഈ ഇലക്ഷൻ കമ്മീഷണറിനെയും ഇലക്ഷൻ കമ്മീഷണറിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യയുടെ പ്രസിഡൻറ്റിനാണ്. എന്നാൽ ഒരു റെക്കമെൻഡിങ് ബോഡിയാണ് ഇതിന് ഈ ഇന്ത്യൻ പ്രസിഡൻറ്റിനോട് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഈ റെക്കമെൻഡിങ് ബോഡി ഹെഡ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ബാക്കിയുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും. മറ്റൊരു അംഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒപ്പോസിഷൻ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവായിരിക്കും. ഇത്തവണ അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള അധീർ രഞ്ജൻ ചൗധരിക്കാണ് ഈ സ്ഥാനം കൊടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അപ്പോൾ പുതിയ ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെ പേരും റിസൈൻ ചെയ്ത ഇലക്ഷൻ കമ്മീഷണറുടെ പേരും ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേരും ഇനിയുള്ള എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇലക്ഷൻ നടന്ന വർഷമായതുകൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാമിനുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കാറുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നിർവചൻ സദനാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, പാകിസ്ഥാനിലും ഇലക്ഷനൊക്കെ നടന്നു. പക്ഷേ ഇലക്ഷൻ നടന്നതിന് ശേഷം പ്രസിഡൻറ്റിനെയും പ്രൈം മിനിസ്റ്ററിനെയൊക്കെ തീരുമാനിക്കാൻ അവിടെ ഒരുപാട് സമയമെടുത്തു. അപ്പം നിലവിൽ അവർ പാകിസ്ഥാൻ്റെ പ്രസിഡൻറ്റിനെയും പ്രധാനമന്ത്രിയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവരുടെ പേര് നോക്കാം. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷഹബാസ് ഷെറീഫിനെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാർട്ടിയുടെ നേതാവാണ് നമ്മളുടെ ഷഹബാസ് ഷെറീഫ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പാകിസ്ഥാൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആസിഫ് അലി സർദാരിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയുടെ അയൽ രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത്. ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത്. പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഈ 3 സംസ്ഥാനങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത്. പാകിസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇസ്ലാമാബാദാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പാകിസ്ഥാൻ്റെ ഫാദർ ഓഫ് നേഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ്റെ പ്രോഫറ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് ഇക്ബാലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്നുള്ളത് ഉയർത്തിപ്പിടിച്ച് ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്ത ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചാണ്. അബോർഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് എന്ന് ലോകത്തിൽ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ചേർത്ത ഒരു രാജ്യമാണ് നമ്മളുടെ ഫ്രാൻസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമുക്കറിയാം, ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാരീസ് ആണ്. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ്. ഇത്തവണത്തെ നമ്മളുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പ്രധാന വിശിഷ്ട അതിഥിയായിട്ട് നമ്മൾ വിളിച്ചതും നമ്മളുടെ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമാനുവൽ മാക്രോണിനെ തന്നെയായിരുന്നു.
ഇനി ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയും സ്ഥിരമായ ചോദ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഗബ്രിയേൽ അറ്റൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ലോകത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്നുള്ള പദവിയും നമ്മളുടെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായ ഗബ്രിയേൽ അറ്റലിനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാറ്റിക് ജികെയും കറണ്ട് അഫെയറും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ്, നമ്മളുടെ അണ്ടർ വാട്ടർ മെട്രോയെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ മാർച്ച് 6 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി നമ്മളുടെ ബംഗാളിൻ്റെ ക്യാപിറ്റലായ കൊൽക്കത്തയിൽ അണ്ടർ വാട്ടർ മെട്രോ ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്വാഭാവികമായിട്ടും അതുമായി കണക്ട് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും സിറ്റി ഓഫ് ജോയ്, ബംഗാളിലെ ക്യാപിറ്റലായ കൊൽക്കത്ത തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ ദക്ഷിണ ഇന്ത്യയിൽ, അതായത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന ബംഗളൂരു മെട്രോ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ചോദ്യം ഇങ്ങനെയാണ് വരുന്നത് എന്ന് വിചാരിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ മെട്രോ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ക്യൂൻ ഓഫ് അറേബ്യൻ സീ, അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നമ്മളുടെ കൊച്ചിയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് അണ്ടർ വാട്ടർ മെട്രോ വരുന്നത് കൊൽക്കത്തയിലും വാട്ടർ മെട്രോ വരുന്നത് കൊച്ചിയിലുമാണ് എന്നുള്ള കാര്യം എടുത്തു പഠിക്കുക. ഇനി അവിടെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് എക്സാമിനേഷൻ ചോദിക്കുന്നൊരു ചോദ്യം, ഈ അണ്ടർ വാട്ടർ മെട്രോയിലെ ഏറ്റവും ഡീപ്പസ്റ്റ് സ്റ്റേഷൻ ഏതാണ് എന്ന് ചോദിക്കും. ഈ ഡീപ്പസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹൗറ മെട്രോ സ്റ്റേഷനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2024. ഇത്തവണത്തെ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2024 നടന്നത് എവിടെയാണ് എന്ന് ചോദിക്കും. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന കർണാടകയുടെ ക്യാപിറ്റലായ ബംഗളൂരുവിൽ വെച്ചാണ് ഈ പറയുന്ന നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെസ്റ്റ് നമ്മൾ നടത്തിയത്. നമുക്കറിയാം, കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് സിദ്ധാരാമയ്യാണ്. കർണാടകയുടെ ഗവർണർ എന്ന് പറയുന്നത് തവാർ ചന്ദ് ഗെഹ്ലോട്ടാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, സൂയിസൈഡൽ സിറ്റി, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നെല്ലാം അറിയപ്പെടുന്നത് നമ്മളുടെ കർണാടകയുടെ ക്യാപിറ്റലായ ബംഗളൂരു തന്നെയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറിയായ ലക്ഷദ്വീപിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉള്ളത്. യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. 8 യൂണിയൻ ടെറിട്ടറികളിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ്. ഈ ലക്ഷദ്വീപിൽ മലയാളികളാണ് കൂടുതലുള്ളത്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കവരത്തിയാണ്. ലക്ഷദ്വീപിൽ നിന്ന് ഒരു ലോക്സഭാ സീറ്റാണ് നമുക്ക് ഉള്ളത്. ഇനി ലക്ഷദ്വീപിൻ്റെ ഹൈക്കോർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ കേരളത്തിൻ്റെ ഹൈക്കോർട്ടായ ഹൈക്കോർട്ട് ഓഫ് കേരള കൊച്ചി തന്നെയാണ് ലക്ഷദ്വീപിൻ്റെയും ഹൈക്കോർട്ട്. ഈ ലക്ഷദ്വീപിൽ നമ്മളുടെ ഇന്ത്യൻ നേവി പുതിയൊരു നേവൽ ബേസ് കൊണ്ടുവന്നു. ഈ നേവൽ ബേസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലക്ഷദ്വീപിലെ ഏത് ഐലൻഡിലാണ് ഈ നേവൽ ബേസ് കൊണ്ടുവന്നിരിക്കുന്നത്, എത്ര ഐലൻഡുകൾ ലക്ഷദ്വീപിലുണ്ട്, എന്താണ് ഈ നേവൽ ബേസിൻ്റെ പേര് എന്നൊക്കെ സ്ഥിരമായ എക്സാമിനേഷന് ചോദിച്ച് കാണാറുണ്ട്. 36 ഐലൻഡുകളാണ് നമുക്കുള്ളത്. ഇതിൽ മിനിക്കോയ് എന്ന് പറയുന്ന ഐലൻഡിലാണ് നമ്മളുടെ ഇന്ത്യൻ നേവി പുതിയ നേവൽ ബേസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് ഇന്ത്യൻ നേവി നൽകിയ പേര് എന്ന് പറയുന്നത് INS ജഡായു ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ഈ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് പ്രഫുൽ കോട പട്ടേലാണ്. ഇനി നമ്മളുടെ നേവിയുടെ ഹെഡ് എന്ന് പറയുന്നത് R ഹരികുമാറാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. വിമൻ പ്രീമിയർ ലീഗ്. നമുക്കറിയാം, ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ വിമൻ എഡിഷനാണ് വിമൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് വിമൻ പ്രീമിയർ ലീഗ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ ടാറ്റ വിമൻ പ്രീമിയർ ലീഗ് എന്നുള്ളതാണ്. ടാറ്റയാണ് ഇവരുടെ ഒഫീഷ്യൽ സ്പോൺസേഴ്സ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇത്തവണത്തെ വിമൻ പ്രീമിയർ ലീഗിൻ്റെ വിന്നേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്മൃതി മന്ദാനയുടെ നേതൃത്വത്തിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇത്തവണത്തെ ടൈറ്റിൽ സ്പോൺസർ കിട്ടിയിരിക്കുന്നത്.
2023 കഴിഞ്ഞ വർഷമാണ് ഈ വിമൻ പ്രീമിയർ ലീഗ് നമ്മൾ തുടങ്ങിയത്. അത്തവണ നമ്മൾ ജയിച്ചത് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. ഇത്തവണ ആദ്യത്തെ ബാംഗ്ലൂരിൻ്റെ കിരീടമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഈ വിമൻ പ്രീമിയർ ലീഗിൽ മൊത്തം 5 ടീമുകളാണ് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഫൈനൽ നടന്നത് നമ്മളുടെ ഡൽഹിയിൽ വെച്ചായിരുന്നു. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ ഫൈനൽ നടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെസ്റ്റിവൽസ് എന്നീ വിഭാഗത്തിൽ നിന്നുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു ഫെസ്റ്റിവലിൻ്റെ പേര് തന്നിട്ട് ഇത് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ നോക്കുന്നത് ചാപ്ചാർ കൂത്ത് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റായ മിസോറാമിലാണ് ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഓപ്ഷനുകളിൽ സ്ഥിരമായി വരുന്ന എല്ലാ ഓപ്ഷനുകളും ഈ മിസോറാം, മേഘാലയ, ത്രിപുര എന്നീ സിസ്റ്റർ സ്റ്റേറ്റുകളാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പം നമ്മളുടെ സിസ്റ്റർ സ്റ്റേറ്റുകളിൽപ്പെട്ട ഒരു സ്റ്റേറ്റാണ് ഈ മിസോറാം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. മിസോറാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഐസ്വാൾ ആണ്. നമ്മളുടെ മിസോറാമിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ലാൽ ദുമ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. മിസോറാമിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ഹരി ബാപ്പു ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 71ാമത്തെ മിസ് വേൾഡ് കോമ്പറ്റീഷനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ എല്ലാ എക്സാമുകൾക്കും മിസ് വേൾഡ് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ്. എന്നാൽ ഇത്തവണ എക്സാമുകൾക്ക് കൂടുതൽ പ്രിയം മിസ് വേൾഡിനോട് ഉണ്ടാകാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടക്കുന്നത്. നമ്മളുടെ ഇന്ത്യയുടെ ബോളിവുഡ് സിറ്റി, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് 71ാമത്തെ മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടന്നത്. ഇത്തവണത്തെ മിസ് വേൾഡ് എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക്കാരിയായ ക്രിസ്റ്റീന സൈക്കോവയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സാധാരണഗതിയിൽ എക്സാമിനേഷന് മിസ് വേൾഡിൻ്റെ പേര് ചോദിക്കാറുണ്ട്, മിസ് വേൾഡ് ഏത് രാജ്യക്കാരെയാണ് എന്ന് ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇനി നമ്മളുടെ ഇന്ത്യയിൽ വെച്ച് നടന്ന പരിപാടി ആയതുകൊണ്ട് ഈ മിസ് വേൾഡ് ഹോസ്റ്റ് ചെയ്തത് കരൺ ജോഹറാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സിനി ഷെട്ടിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മിലിറ്ററി എക്സർസൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ എക്സാമിനേഷന് സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യ പാറ്റേണുകളുടെ പ്രത്യേകതയാണ് ഒരു മിലിറ്ററി എക്സർസൈസോ അല്ലെങ്കിൽ നമ്മളോട് ഒരു മാരിടൈം എക്സർസൈസോ ഒക്കെ തന്നിട്ട് ഇത് ഇന്ത്യയും ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ചോദിക്കും. രാജ്യങ്ങളുടെ പേര് നൽകിയതിന് ശേഷം ഇതിന് നമ്മൾ നൽകിയ പേര്, ഈ എക്സർസൈസിന് നമ്മൾ നൽകിയ പേരെന്താണ് എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാരിടൈം എക്സർസൈസിൻ്റെ പേര് എന്ന് പറയുന്നത് സമുദ്ര ലക്ഷ്മൺ എന്നുള്ളതാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള മാരിടൈം എക്സർസൈസാണ് ഈ സമുദ്ര ലക്ഷ്മൺ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മുടെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് വെച്ചാണ് നമ്മൾ ഈ എക്സർസൈസ് നടത്തിയത്. നമുക്കറിയാം മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കുലാലംപൂർ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അൻവർ ഇബ്രാഹിമാണ്. മലേഷ്യയിലെ കറൻസി എന്ന് പറയുന്നത് റിംഗിറ്റ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GI ടാഗിനെ കുറിച്ചാണ്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. ഈ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയയിലെ പ്രൊഡക്റ്റ് ഒറിജിന് നമ്മൾ നൽകുന്ന ഒരു അംഗീകാരമാണ് ഈ GI ടാഗ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എക്സാമിനേഷന് GI ടാഗ് കിട്ടിയ സാധനത്തിൻ്റെ പേര് തന്നിട്ട് ഇത് ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഒരു ചോദിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് GI ടാഗ് കൊടുത്തിരിക്കുന്ന ത്രിപുരയിലെ റൈസ എന്ന് പറയുന്ന ത്രിപുരക്കാരുടെ അറ്റേറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു GI ടാഗ് എന്ന് പറയുന്നത് ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനാണ്. അത് ഫുൾ ഫോമും നമ്മളുടെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്ഥലത്തെ പ്രൊഡക്റ്റ് ഒറിജിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനാണ് GI ടാഗ് കൊടുക്കുന്നത്. ഇത്തവണ കൊടുത്തിരിക്കുന്നത് ത്രിപുരയിലെ റിസ എന്ന് പറയുന്ന ത്രിപുരക്കാരുടെ ഒരു അറ്റയറിനാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ത്രിപുര ഇന്ത്യയിലെ ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ്. ത്രിപുരയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മാണിക് സാഹയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ത്രിപുരയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അഗർത്തലയാണ്. നമ്മളുടെ ത്രിപുരയുടെ ഗവർണർ എന്ന് പറയുന്നത് ഇന്ദ്രസേന റെഡ്ഡിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ എക്സാമിനേഷൻ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ എടുത്ത് പഠിക്കുമ്പം ഇവിടെ പ്രധാനമായി
പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ, ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റേറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേറ്റിൻ്റെ മാപ്പ് നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കണ്ണിലേക്ക് ആ ജിയോഗ്രാഫിക്കൽ മാപ്പ് കൊണ്ടുവരിക. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും കിട്ടും. സ്റ്റേറ്റിലൂടെ ഒഴുകുന്ന നദികൾ, സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട സാഞ്ചുറീസ്, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് വിഷ്വലൈസ് ചെയ്ത് കിട്ടും എന്നുള്ളത് മാപ്പ് നോക്കി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇനി നിങ്ങൾ പുതിയതായിട്ടൊരു സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മാപ്പ് നോക്കുക. മാപ്പ് നോക്കി അതിൻ്റെ ക്യാപിറ്റൽ, അതിലെ പ്രധാനപ്പെട്ട റിവേഴ്സ്, അതിലെ നാഷണൽ പാർക്സ്, ഇതെല്ലാം അനലൈസ് ചെയ്ത് വെക്കുക. ഇതെല്ലാം സ്ഥിരമായി നമ്മളുടെ എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻ്റർനാഷണൽ അപ്പോയിൻമെൻ്റ് ആണ്. നമ്മളുടെ ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് അവർ തമസ് സുലോക്കിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഹംഗറിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബുദാപെസ്റ്റ് ആണ്. ഹംഗറിയുടെ കറൻസി എന്ന് പറയുന്നത് ഹംഗേറിയൻ ഫ്രോയിൻ്റ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് വിക്ടർ ഓർബാൻ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേയ്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ടോപ്പിക്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ എക്സാമിനേഷൻസിൽ പ്രധാനമായിട്ടും ഒരു ദിവസത്തെക്കുറിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ ദിവസം നമ്മൾ എന്നാണ് ആഘോഷിക്കുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. നമുക്കറിയാം മാർച്ച് 3 നമ്മൾ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഡേയ്സിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതിൻ്റെ തീം എന്താണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കി വെക്കണം. സോ ഇത്തവണത്തെ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ 2024 മാർച്ച് 3 നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അതിൻ്റെ തീം എന്ന് പറയുന്നത് കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്കിങ് ആൻഡ് ഇൻഡെക്സ് എന്നീ പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ എക്സാമിനേഷന് സ്ഥിരമായി ഒരു ഇൻഡെക്സ് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ് എന്നാണ് സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2022 ആണ്. 2022 ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്താണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഡെക്സിൻ്റെ റിസൾട്ട് വന്നത് ഈ ഇടയ്ക്കാണ്. അതുകൊണ്ടാണ് ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2022 നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 134ാമത്തെ റാങ്കാണ് എന്നുള്ള കാര്യം ഓർക്കുക. 193 രാജ്യങ്ങളിലാണ് ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്തത്. അതിൽ ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത് 134 ആണ്. എക്സാമിനേഷൻ ചോദിക്കുന്നത് ഇന്ത്യയുടെ പൊസിഷനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDP ആണ് ഈ ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പുറത്തുവിടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അവിടെ പ്രധാനമായിട്ടും നോക്കേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ വർഷം അതായത് ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. 135ാമത്തെ റാങ്കായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു റാങ്ക് കൂടി മുന്നിലെത്തി. നമ്മൾ ഇപ്പോഴത്തെ പൊസിഷൻ 134 എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയുടെ അഗ്നി 5 മിസൈലിനെ കുറിച്ചാണ്. നമ്മളുടെ ഇന്ത്യ ഇൻഡിജിനസ് ആയിട്ട് ആദ്യമായിട്ട് അഗ്നി 5 മിസൈൽ സക്സസ്ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ത്യ പുതിയൊരു ടെക്നോളജിയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടെക്നോളജിയുടെ പേര് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നുള്ള MIRV ടെക്നോളജിയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യ ഈ MIRV ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അതും ഇന്ത്യ തദ്ദേശമായിട്ടാണ് ഈ MIRV ടെക്നോളജി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതിന് നമ്മൾ നൽകിയിരിക്കുന്ന കോഡ് നെയിം എന്ന് പറയുന്നത് ദിവ്യാസ്ത്ര എന്നുള്ളതാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ എക്സാമിനേഷന് പല രീതിയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ അഗ്നി 5 മിസൈലിന് നമ്മൾ നൽകിയിരിക്കുന്ന ഈ പേര് എന്താണ് എന്നും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ അഗ്നി 5 മിസൈൽ എവിടെ നിന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യവും ചോദിക്കും. സോ ഒഡീഷയിലെ അബ്ദുൽ കലാം ഐലൻഡിൽ വെച്ചാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. DRDOയുടെ ഫുൾ ഫോം സ്ഥിരമായി എക്സാമിനേഷന് ചോദിക്കാറുള്ളതാണ്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് DRDO എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയുടെ മിസൈൽ വിമൺ ആരാണ് എന്നും നമ്മളോട് ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയുടെ മിസൈൽ വിമൺ എന്ന് പറയുന്നത് ടെസി തോമസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മിസൈൽ മാൻ എല്ലാവർക്കും അറിയാവുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ സെൻട്രൽ ബാങ്ക്, ബാങ്ക്സ് ഓഫ് ബാങ്ക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മളുടെ രാജ്യത്തെ ബാങ്കുകൾക്ക് അധികാരം നൽകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. HDFC ബാങ്ക് ഗ്രൂപ്പിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 9.5% സ്റ്റേക്ക് 6 ബാങ്കുകളിൽ എടുക്കാനുള്ള അധികാരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ 6 ബാങ്കുകൾ എന്നുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ HDFC ബാങ്ക് ഗ്രൂപ്പ്സിന് നൽകിയിരിക്കുന്ന 6 ബാങ്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ICICI ബാങ്കാണ്. നമുക്കറിയാം ICICI ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നത് സന്ദീപ് ബക്ഷിയാണ്. HDFC ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നത് ശശിധർ ജഗദീശനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മളുടെ RBI നൽകിയിരിക്കുന്ന മറ്റൊരു അംഗീകാരം എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിൻ്റെയാണ്. ആക്സിസ് ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നത് അമിതാഭ് ചൗധരിയാണ്. ബന്ധൻ ബാങ്കിൻ്റെയും ഷെയർ എടുക്കാനുള്ള അധികാരം നമ്മളുടെ HDFCക്ക് നൽകിയിട്ടുണ്ട്. ബന്ധൻ ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നത് ചന്ദ്രശേഖർ ഘോഷാണ്. യെസ് ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നത് പ്രശാന്ത് കുമാറും ഇൻഡസ് ബാങ്കിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സുമന്ത് കത്പാലിയയും നമ്മളുടെ സർവോദയ ബാങ്കിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഖനുഭായ് ദീക്ഷത് ഷായുമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട 6 ബാങ്കുകൾ എന്ന് പറയുന്നത് ICICIയും ആക്സിസും സർവോദയയും ബന്ധനും യെസ് ബാങ്കും ഇൻഡസ് ബാങ്കുമാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സ്റ്റേക്കിന് നൽകിയിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് 9.5 ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രോഫിയാണ്. സാധാരണഗതിയിൽ സ്പോർട്സിൽ നമ്മളുടെ എക്സാമിനേഷന് ചോദ്യങ്ങൾ വരുന്ന ഒരു ട്രോഫിയുടെ പേര് നൽകിയിട്ട് ഇത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സുധീർമാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. സുധീർമാൻ കപ്പ് നമുക്കറിയാം ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കപ്പാണ്. അതുപോലെ അഗാഖാൻ കപ്പ് എന്ത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കപ്പാണ്. സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കപ്പാണ് എന്ന് നമുക്കറിയാം. ഇതുപോലെ ഇത്തവണ നമ്മൾ നോക്കുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രഞ്ജി ട്രോഫിയാണ്. ഇത്തവണത്തെ അതായത് 2024 രഞ്ജി ട്രോഫിയുടെ ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത് നമ്മളുടെ മുംബൈക്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇത് 42ാമത്തെ തവണയാണ് രഞ്ജി ട്രോഫി മുംബൈക്ക് കിട്ടിയിരിക്കുന്നത്. ഫൈനലിൽ വിദർഭയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുംബൈ ഇത്തവണത്തെ രഞ്ജി ട്രോഫിയുടെ ടൈറ്റിൽ വിന്നേഴ്സ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ മത്സരം നടന്നത് നമ്മുടെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. നമുക്കറിയാം ആഷസ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മത്സരമാണ് എന്നുള്ള കാര്യം സ്ഥിരമായി എക്സാമിനേഷന് ചോദിക്കാറുള്ളതാണ്. അതുപോലെ ദുലീപ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ചോദിക്കാറുണ്ട്. ഇതും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അടൽ ഇന്നോവേഷൻ മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നീതി ആയോഗും മെറ്റയും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഈ അടൽ ഇന്നോവേഷൻ മിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളുടെ യുവാക്കൾക്കിടയിൽ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഫ്രണ്ടിയർ ടെക്നോളജി ലാബ്സ് സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നീതി ആയോഗും മെറ്റയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ആയതുകൊണ്ട് നീതി ആയോഗിൻ്റെ ചെയർമാനും നരേന്ദ്ര മോഡി തന്നെയാണ്. പിന്നെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ CEO എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ നീതി ആയോഗ് നിലവിൽ വന്നത്. നമുക്കറിയാം മെറ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് വളരെ ഫെമിലിയറാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് എല്ലാം മെറ്റ പ്ലാറ്റ്ഫോമിൻ്റെയാണ്. മെറ്റയുടെ CEO എന്ന് പറയുന്നത് മാർക്ക് സക്കൻബർഗ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കീംസ് ആൻഡ് യോജനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ എക്സാമിനേഷൻ സാധാരണഗതിയിൽ ഒരു സ്കീം തന്നതിന് ശേഷം അത് ഇന്ത്യയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ അതിഥി സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം അതിഥി സ്കീം ഇന്ത്യയുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഡിഫൻസിലെ സ്റ്റാർട്ടപ്സിന് 25 കോടി വരെ നൽകാം എന്നുള്ളതാണ് നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ്.
ഈ വരുന്ന 2027 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായിട്ട് സിറ്റി ഓഫ് സൈക്കിൾസ് എന്നറിയപ്പെടുന്ന ബെയ്ജിംഗ് തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ബെയ്ജിംഗ് എന്ന് പറയുന്നത് ചൈനയുടെ ക്യാപിറ്റലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ചൈനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഷീ ജിങ് പിങ് ആണ്. 2023 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഹംഗറിയുടെ ക്യാപിറ്റലായ ബുദാപെസ്റ്റിലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇതോടുകൂടി എഡു ഗാർനെറ്റിൻ്റെ കറണ്ട് അഫയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു, ബൈ.